ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ഇന്നലെ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബും ആവണം. യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് യൂട്യൂബ് തരുന്നൊരു ക്രൈറ്റീരിയ ആണത്. അല്ലെങ്കിൽ 10 MB വ്യൂസും 1000 സബ്സ്ക്രൈബും വേണം. അപ്പോൾ അതിൽ എനിക്ക് കിട്ടിയത് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബിൻ്റെതാണ് കിട്ടിയിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. ഒപ്പം തന്നെ എല്ലാവർക്കും നന്ദിയും പറയുകയാണ്. പിന്നെ എന്താ പറയുക, എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവാനായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ആ ടൈമിലാണ് യൂട്യൂബ് ഒരു നിയമങ്ങളൊക്കെ കൊണ്ടുവന്നത്. ഇപ്പോൾ ജൂലൈ 15 മുതൽ എന്നൊക്കെ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓരോ ഇമെയിലും വരുമ്പോഴൊക്കെ നല്ല സന്തോഷമാണ് അതിനത്. യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ഇമെയിലൊക്കെ വരും. പിന്നെ ഹാഫ് മോണിറ്റൈസേഷനും അതിൻ്റെ മുമ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടായത് കൊണ്ട് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, എന്തായാലും മോണിറ്റൈസേഷൻ ആവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഞാൻ 2 വർഷമായി, അടുത്ത മാസത്തിലേക്ക് ഞാൻ 2 വർഷമായി ഈ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ വെറുതെ കുട്ടികളെ വീഡിയോസൊക്കെ ഇടാം എന്നുള്ള നിലക്ക് ഈ ചാനൽ തുടങ്ങിയതാണ്. പിന്നെ യൂട്യൂബിലത്തെ ഓരോ വീഡിയോ, വലിയ വലിയ യൂട്യൂബർമാരെ ഓരോ വീഡിയോസൊക്കെ ഇങ്ങനെ ഏണിങ്സ് കിട്ടുന്ന വീഡിയോസൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ട് ശരിക്കും ഒരു യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളൊരു ധൈര്യം വന്നു. അങ്ങനെ ഇപ്പോൾ 2 വർഷമായി. അപ്പോൾ മോണിറ്റൈസേഷനായി. വളരെയധികം സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ വയ്യ ഈ സന്തോഷം. പിന്നെ എൻ്റെ ചാനലിൽ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, ലൈവ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലൊരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. കുക്കിംഗ് ആയിരുന്നു ലോങ് വീഡിയോയിൽ അധികം കൂടുതലും ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഫേസ് കാണിക്കാതെ ആയിരുന്നു വീഡിയോസ് ഇട്ടിരുന്നത്. വോയിസ് ലൈവിലൊക്കെ വോയിസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് വീഡിയോസിലൊക്കെ വോയിസ് ഉണ്ട്. ഫേസ് ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. യൂട്യൂബിൽ പുതിയൊരു അപ്ഡേറ്റൊക്കെ വന്നപ്പോൾ പേടി ഉണ്ടായിരുന്നു. ചാനൽ മോണിറ്റൈസേഷൻ ആവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പേടി ഇന്നലെ ആയിരുന്നു. അതിൻ്റെ ജൂലൈ 15-നാണ് അത് അറിയലെന്ന് പറഞ്ഞു. പക്ഷേ ജൂലൈ 15 തന്നെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. അതേപോലെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാ യൂട്യൂബർമാരുണ്ടാവും, കുറച്ച് യൂട്യൂബർമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കും ഇതുപോലെ ചെറിയ ചെറിയ ചാനലുള്ളവർക്കൊക്കെ മോണിറ്റൈസേഷൻ ആവട്ടെ എന്നുള്ള പ്രാർത്ഥന. എല്ലാവർക്കും അതുപോലെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും പെട്ടെന്ന് തന്നെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുമെന്ന്. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനെ YT സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സാധാരണ മെല്ലെ മെല്ലെ നീങ്ങുള്ളൂ. YT സ്റ്റുഡിയോയിൽ നമ്മൾ കാണുമ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ മാറ്റം ഇങ്ങനെ വരുള്ളൂ. എത്രയോ 4000 വാച്ച് അവറിനൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അതൊക്കെ സക്സസ് ആയി. വളരെയധികം സന്തോഷം. ഇപ്പോൾ ഈ ചാനലിൽ എല്ലാ വീഡിയോസും കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോസ്
നിർത്തുന്നു. ഓക്കെ, ബായ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.